ഹലോ ഗായ്സ്, ദിവസം ഹോംവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ നേരത്തെ ഇടിച്ചിരുത്തി ഹോംവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. വരയ്ക്കാനും കളർ ചെയ്യാനും എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പണിയും കൂടെ ബാക്കിയുള്ളതുകൊണ്ട് ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് ഓടി. കുടിക്കാനുള്ള വെള്ളം ചൂടാറിയിട്ടുണ്ടായിരുന്നു, വേഗം ബോട്ടിലാക്കി വെച്ചു. ബോക്സിലേക്ക് ദോശയാണ് കേട്ടോ കൊടുത്തു പറഞ്ഞത്. പിന്നെ ചട്നിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഉള്ളതുകൊണ്ട് ദോശ കഴിക്കേണ്ട കാര്യത്തിൽ സംശയമേ. അത് അടച്ചു വെക്കുന്ന നേരത്താട്ടോ അതിന്റെ മൂടിയിൽ ചെറിയ കരി പോലെ അതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് ഉള്ളതായിരുന്നു ചോറും പിന്നെ അതിലേക്ക് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ തക്കാളി ചമ്മന്തി കൊടുത്തു പറഞ്ഞാൽ കഴിക്കൂ ഒന്നും തീരെ ഉറപ്പില്ലാത്ത സംഭവമാണ്. ഇപ്പൊ വലുതാവും തോറും എരിവ് തീരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കേട്ടോ പോണത്. അപ്പൊ ഇത് കഴിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. കൂട്ടത്തില് സോയാബീനും കൂടെ വെച്ചിട്ടുണ്ട്. സോയാബീൻ കണ്ടിട്ടെങ്കിലും കഴിച്ചെങ്കിൽ ആയല്ലോ. പിന്നെ അത് ആ ടവലെടുത്ത് ലഞ്ച് ബോക്സും കൂടെ കെട്ടി വെച്ചു കേട്ടോ. ലഞ്ച് ബോക്സിന്റെ അടപ്പ് താഴെ വീണിട്ട് അതിലെ ഒരു പെട്ടി പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അടയ്ക്കണ സംഭവം അപ്പോൾ അതില്ലാണ്ടാണ് ഇപ്പൊ ഞാൻ കൊടുത്തു എല്ലാം കൂടി എടുത്തോണ്ടിരുമ്പോ അച്ഛൻ്റെ മോന് ഹോംവർക്ക് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാണെന്നില്ലേ. മീനിലേക്കുള്ള കളറിങ് എത്തിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ നമ്മളെ മെയിൻ ബാഗിലേക്കാണ് കേട്ടോ വെക്കുക. ബുക്സ് എല്ലാം ഒതുക്കണ കൂട്ടത്തിൽ കയറ്റി വെക്കാന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്ക് ഉണങ്ങി കിട്ടാൻ കുറച്ച് പണികളുണ്ട്. തലേദിവസം അയൺ ചെയ്ത് വെക്കലൊക്കെ കുറവാണ് കേട്ടോ. അങ്ങനെ അത് അയൺ ചെയ്യാൻ വേണ്ടി ഹോളിലേക്ക് കടന്നപ്പോഴാണ് തുണികളൊക്കെ ഉണങ്ങാനുള്ള ഇത് സ്റ്റാൻഡ് ഹോളിലാണ് വെച്ചേക്കണ്. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി അപ്പോഴേക്കും അയൺ ബോക്സ് ഒക്കെ എടുത്തോന്നിട്ട് വേഗം അയൺ ചെയ്യൽ തുടങ്ങിയിട്ടോ. തുണികൾ എടുക്കുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും മനസ്സിലാവില്ല. കാരണം എല്ലാ തുണികളും ഒരു നനവ് എപ്പോഴും ഉണ്ടാവും. എങ്കിലും അയൺ ചെയ്യുമ്പോൾ ആ ചൂടോട് കൂടി ഉണങ്ങിക്കോളൂല്ലോ വെച്ചിട്ട് അങ്ങനെ കൂടെ അതായത് നല്ലോണം തേച്ച് അങ്ങോട്ട് മിനുക്കുന്നു. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നേരെ അവൻ്റെ ഹോംവർക്കൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ. ബാക്കി പെൻസിൽ സാധനങ്ങളൊക്കെ ബോക്സിലേക്ക് ഒതുക്കി വെക്കും. പെൻസിൽ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബോക്സ് പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാഗിലേക്ക് മാറ്റി വെച്ചത്. ഒരു 7:45 അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നീരവന് വേഗം കൊണ്ടുവന്നിട്ട് പല്ല് തേപ്പിച്ചു. കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു പല്ല് പോലും തേക്കാൻ ചില സമയത്ത് മടിയാണ് കേട്ടോ. അങ്ങനെ പല്ല് തേച്ച് മിനുക്കിയിട്ട് വേഗം പോയി കെറ്റിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിച്ചിട്ട് വേഗം കുളിപ്പിച്ചെടുത്തു. അപ്പോഴേക്ക് സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചു. ഓടി പോയിട്ട് ദോശ എടുത്തു കൊണ്ടുവന്നു. ഞാൻ ഒരു സൈഡിൽ ഫുഡ് കൊടുക്കാനും ചേട്ടൻ ബാക്കി യൂണിഫോം ഇട്ട് റെഡിയാക്കാനും. കിട്ടിയ സോക്സ് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ. ഇവന്റെ കാലിനേക്കാളും സൈസ് കുറവാണെന്ന് തോന്നുന്നു. അത് ഇടാൻ കുറച്ച് പാടാണ്. കൂടെ ചേട്ടൻ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ഈ സോക്സ് ഇടാനാണ് കൂടുതൽ സമയം വേണ്ടി വരും. ദോശയെങ്കിലും കഴിപ്പിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ അവന്റെ പുറകെ നടന്നിട്ട് ഇതൊക്കെ കുത്തിക്കേറ്റുന്നുണ്ട് കേട്ടോ. വായിലിടയിൽ ഇറങ്ങി പോകാൻ വേണ്ടി ചായയും കൂടെ കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുറിയൊക്കെ തൊട്ട് സുന്ദരി കുട്ടിയാക്കി എടുത്തു. കറക്റ്റ് 8:09 സ്കൂൾ ബസ് ഇവിടെ എത്തൂട്ടോ മുറ്റത്ത്. 8:25 കഴിയുമ്പോഴേക്കും നമ്മൾ മെല്ലെ ഇങ്ങോട്ട് അടങ്ങി ഇങ്ങനെ നിൽക്കും. ഇന്ന് നീരവന് പോകാൻ വലിയ മടിയൊന്നുമില്ല കേട്ടോ. ഫ്രൈഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷത്തില്. നാളെ സ്കൂളിലേക്ക് പോകണ്ടല്ലോ. നമ്മുടെ സ്കൂൾ ബസ് വന്നു അവനെ കയറ്റി വിട്ടു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.